അങ്ങ് ദൂരെ അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറം പരാന നദിയുടെ തീരത്ത് റൊസാരിയോ എന്നൊരു നഗരമുണ്ട്. ഒരു പുരാവൃത്തത്തിൻ്റെ ആമുഖം പോലെ വേണം നാമവിശേഷങ്ങളില്ലാത്ത ആ തെരുവുകളെ ഓർത്തെടുക്കാൻ. ആകാശത്ത് നിന്ന് വീണുടഞ്ഞ നക്ഷത്ര കഷ്ണങ്ങൾ പോലെ പ്രകാശം ചിതറിക്കിടക്കുന്ന റൊസാരിയോയിലെ ലാ ബജാദ എന്ന ഇടവഴി, കല്ലും മണ്ണും നിറഞ്ഞ ഒട്ടും ആഡംബരമില്ലാത്ത ആ തെരുവുകളിലേക്കാണ് പ്രപഞ്ചനാഥൻ തൻ്റെ ഏറ്റവും സവിശേഷമായ കാവ്യശില്പത്തെ ഇറക്കി വെച്ചത്. നാടോടി കഥകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അതികായന്മാരായ രാക്ഷസന്മാരോട് പൊരുതാൻ ദൈവം നിയോഗിക്കുന്നത് കയ്യിലൊരു കവണ മാത്രമുള്ള ജ്ഞാനിയായ ഒരു കുഞ്ഞു ബാലനെ ആയിരിക്കും. ഒറ്റനോട്ടത്തിൽ അവൻ വെറുമൊരു മനുഷ്യനാണ്. 170 സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള ഇടതൂർന്ന താടിയും പ്രശാന്തമായ കണ്ണുകളുമുള്ള ഒരു സാധാരണക്കാരൻ. എന്നാൽ ആ ഇടതുകാലിലേക്ക് പന്ത് വന്നു ചേരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടും. ലയണൽ ആൻഡ്രേസ് മെസ്സി 11-ാം വയസ്സിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം അവൻ്റെ ശരീരത്തെ തളർത്താൻ നോക്കുമ്പോൾ റൊസാരിയോയിലെ തെരുവുകളിൽ അവൻ പന്തുമായി ഓടുകയായിരുന്നു. കാൽപാദങ്ങളേക്കാൾ വലിയ ബൂട്ടുകൾ തുന്നിക്കൊടുത്ത് അവനെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു മുത്തശ്ശിയുണ്ടായിരുന്നു, സെലിയ. അവരാണ് അവനെ ആദ്യമായി കളിക്കളത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. റൊസാരിയോയിലെ ആ മൺപാതകളിൽ നിന്ന് ഖത്തറിലെ സ്വർണ്ണക്കപ്പ് വരെ നീണ്ട ആ യാത്രയുടെ അവസാന അധ്യായം എഴുതപ്പെടുകയാണ്. വൺ ലാസ്റ്റ് ഡാൻസ്. ചരിത്രത്തിലെ തൻ്റെ 6ാമത്തെ ലോകകപ്പിനായി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ അവൻ വീണ്ടും ഒരിക്കൽ കൂടി ബൂട്ടണിയുകയാണ്. ലോകകപ്പിന് തൊട്ടു മുൻപുള്ള തൻ്റെ അവസാന ക്ലബ് മത്സരം. ഫിലാഡൽഫിയ യൂണിയനെതിരെ 2 മനോഹരമായ അസിസ്റ്റുകളുമായി മെസ്സി കളം നിറഞ്ഞ് കളിക്കുകയാണ്. എന്നാൽ കളിയുടെ 73-ാം മിനിറ്റിൽ ആ കാഴ്ച കണ്ട് ലോകം മുഴുവൻ ഒരു നിമിഷം സ്തബ്ധമായി പോയി. ലിയോ തൻ്റെ ഇടത് കാലിലെ പേശികളിൽ പരിക്കേറ്റതുപോലെ അമർത്തിപ്പിടിക്കുന്നു. പതുക്കെ നടന്ന് പകരക്കാരനായി കയറാൻ ബെഞ്ചിലേക്ക് ആംഗ്യം കാണിക്കുന്നു. ആരും താങ്ങാനില്ലാതെ തല താഴ്ത്തി സ്റ്റേഡിയത്തിൻ്റെ ടണലിലേക്ക് അവൻ നടന്നു പോകുമ്പോൾ അർജന്റീനക്കാരുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചൊന്നു പിടഞ്ഞു. ഇല്ല ദൈവമേ, അവസാന നൃത്തത്തിന് തൊട്ടു മുൻപ് അവനൊന്നും വരുത്തരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ആ നിമിഷം എല്ലാവരിലും. ഭാഗ്യമെന്നോണം അതൊരു കടുത്ത പരിക്കായിരുന്നില്ല, വെറുമൊരു മുൻകരുതൽ മാത്രമായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് തവണ തോറ്റവനാണ് ലിയോ. തുടർച്ചയായ ഫൈനലുകളിൽ തോറ്റ് കണ്ണീരൊഴുക്കി രാജ്യം മുഴുവൻ വേട്ടയാടിയപ്പോൾ 2016 വിരസതയോടെ മടുപ്പോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആ 29-കാരനെ ഓർമ്മയില്ലേ? ഒടുവിൽ തൻ്റെ ജനതയുടെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുകൊടുത്ത് അവൻ തിരിച്ചു വന്നു. കൂടെ കളിക്കുന്ന കുട്ടികൾ ചെറുപ്പത്തിൽ മെസ്സിയുടെ പോസ്റ്ററുകൾ മുറിയിൽ ഒട്ടിച്ച് നടന്ന് അയാളെ ആരാധിച്ചവരാണ്. ഇന്ന് എൻസോ ഫെർണാണ്ടസും റോഡ്രിഗോ ഡീപോളും അൽവാരസും എല്ലാം ലിയോയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായി നിൽക്കുന്ന കാവൽ ഭടന്മാരാണ്. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ, തങ്ങളുടെ രാജാവിന് ഇതിലും മനോഹരമായൊരു യാത്രാമൊഴി നൽകണം. ലിയോ, അമേരിക്കൻ മണ്ണിൽ ഇനിയും നീ കിരീടം ചൂടുമോ? കാത്തിരുന്ന് കാണാം.